ഒരു വാർത്തയിലേക്ക് പോയാൽ ഈ കൊച്ചിയിൽ ബസ് യാത്രക്കാരിയും കണ്ടക്ടറും തമ്മിൽ ഏറ്റുമുട്ടി. കളമശ്ശേരി റൂട്ടിൽ ഓടുന്ന അല്ലമീൻ ബസ്സിലെ കണ്ടക്ടർ സലീമും യാത്രക്കാരിയുമാണ് ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ദിവസം ബസ് സ്റ്റോപ്പിൽ നിർത്താത്തത് ചോദ്യം ചെയ്തതാണ് ഈ പ്രകോപനത്തിനുള്ള കാരണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ഈ സംഭവത്തിന് പിന്നാലെ യാത്രക്കാരിയുടെ മകൻ ഉൾപ്പെടെയുള്ള സംഘം സലീമിനെ ആക്രമിച്ചു. ജോയ്മോനാണ് വിവരങ്ങളുമായി ചേർന്നത്. ജോയ്മോൻ, ഈ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. അതിൽ ആ സ്ത്രീയെ സലീം ആക്രമിക്കുന്നത് വ്യക്തമാണ്. മാത്രമല്ല, ആക്രമിക്കുമ്പോൾ അതിലുള്ള മനുഷ്യർ ഒരൊറ്റ ആൾ പോലും പ്രതികരിച്ചില്ല എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയണം. ഈ സംഭവം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? കേസായിട്ടുണ്ടോ? സേതു, നമുക്ക് ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെയാണ്. അതായത് ഇത്തരത്തിലൊരു യാത്രക്കാരിലൊരു ഒരു സ്ത്രീയെ ഒരു ബസ്സിലിട്ട് ഒരാൾ ആക്രമിക്കുമ്പോഴത്തേക്ക് മറ്റാരും, അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ ആ ബസ്സിലുണ്ട്. അതായത് ബസ്സിൽ തിങ്ങി നിറഞ്ഞ അവസ്ഥയായിരുന്നു. എന്നിട്ട് പോലും ആരും അതിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. എന്തായാലും ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം നടക്കുന്നത്. അതായത് കൊച്ചി കളമശ്ശേരി റൂട്ടിലോടുന്ന അല്ലമീൻ എന്ന ബസ്സിലായിരുന്നു ഇത്തരത്തിൽ യാത്രക്കാരിക്ക് നേരെ കണ്ടക്ടറുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ യാത്രക്കാർ ഇതേ ബസ്സിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബസ് സ്റ്റോപ്പിൽ, അതായത് യാത്രക്കാരെ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിർത്തിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ ഇവർ യാത്രയ്ക്ക് എത്തിയപ്പോൾ ഈ കണ്ടക്ടറോട് ചോദിക്കുകയുണ്ടായി. ഇത്തരത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ പിന്നാലെ ഒരു തർക്കത്തിലേക്കും അത് പിന്നെ കയ്യാങ്കളിയിലേക്കും നീങ്ങുകയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ഈ സലീം, അതായത് ബസ് കണ്ടക്ടറായ സലീം യാത്രക്കാരിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതിനുശേഷം യാത്രക്കാരി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കണ്ടക്ടർ ആവശ്യപ്പെട്ടാലും ഇറങ്ങുകയും പിന്നാലെയാണ് ഈ യാത്രക്കാരിയുടെ മകൻ ഉൾപ്പെടുന്ന സംഘം സലീമിനെ ആക്രമിക്കുകയും മാരകായുധങ്ങൾ ഉൾപ്പെടെ വെച്ച് ആക്രമിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ രണ്ട് കൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സലീമിനെതിരെയും അതുപോലെ തന്നെ ഈ യാത്രക്കാരുടെ മകൻ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ട് വരികയാണ്. എന്തായാലും നിലവിൽ ഈ സംഭവത്തിൽ സലീം ഉൾപ്പെടെയുള്ള 6ഓളം പേർക്കെതിരെ പോലീസ് FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. സേതു, ശരി. ജോയ്മോൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.